കൊടുത്തിട്ടുണ്ടായിരുന്നു. നൂറ എല്ലാവർക്കും ഗോൾഡ് കോയിൻ ഓരോന്ന് കൊടുത്ത്, ബ്ലാക്ക് കോയിനും കൊടുത്തില്ല. ബാക്കി വന്ന ഗോൾഡ് കോയിൻ ബിഗ് ബോസ് പല പ്രാവശ്യം പറഞ്ഞ് ആർക്കെങ്കിലും ഇനി കൊടുക്കണമെങ്കിൽ കൊടുക്കെന്ന് പറഞ്ഞിട്ട് നൂറ കൊടുത്തില്ല. നല്ലപോലെ പണി ചെയ്ത അക്ബർ അവിടെ വഴക്കിട്ടെന്നുള്ള പേരിൽ അക്ബറിന് ഒരു കോയിൻ പോലും കൊടുത്തില്ല. ലാസ്റ്റ് വീണ്ടും ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ കൊടുക്ക്, ഇല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കാൻ. അതോടൊപ്പം തന്നെ മറ്റ് മത്സരാർത്ഥികളും പറഞ്ഞ് നൂറ കൊടുക്ക്, നൂറ കൈ വെക്കല്ലേ, വെറുതെ വേസ്റ്റ് ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ അത് കേട്ടില്ല. ഇന്ന് ബിഗ് ബോസ് നൂറയെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ബ്ലാക്ക് കോയിൻ കൈവെക്കുന്നതും ഗോൾഡ് കോയിൻ്റെ കൈവെക്കുന്നതിൻ്റെയും നേട്ടത്തെക്കുറിച്ച് വെച്ചാലുള്ള ദോഷത്തെക്കുറിച്ചുമൊക്കെ ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തു. കയ്യിലുള്ള കോയിനുകൾ നൂറാൻ്റെ അക്കൗണ്ടിലോട്ട് ആഡാകുകയാണെന്നും ബിഗ് ബോസ് പറഞ്ഞു. അപ്പം നൂറ ഓരോ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ നിന്ന് ലിവിങ് റൂമിലോട്ട് വന്ന് നൂറായ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് പറഞ്ഞ് നൂറയുടെ കയ്യിലിരിക്കുന്ന 2 ബ്ലാക്ക് കോയിൻസ് നൂറയുടെ അക്കൗണ്ടിലോട്ട് ആഡായിന്ന്. അത് കേട്ടിട്ട് നൂറ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ബ്ലാക്ക് കോയിനും ഗോൾഡ് കോയിനും കൊടുത്ത് തീർക്കാനുള്ളതിന് അത് കൈവച്ച കാരണം നൂറയുടെ പവറിനെയാണ്, ആ കിട്ടിയിട്ടുള്ള പവറിനെയാണ് അത് ബാധിക്കുന്നത്. നൂറ അഹങ്കാരത്തോടു കൂടി ആരുടെയും വാക്കുകൾ കേൾക്കാതെ കൈവച്ചതുകൊണ്ട് ആപത്തായിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.